ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ വന്നപ്പോൾ എന്താ പറയുക, നമ്മൾ ജനലും വാതിലൊക്കെ അടച്ചിരിക്കുന്ന സമയത്ത് എയർ ഒന്നും പുറത്ത് പോവാതിരിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ലേ, പെട്ടെന്ന് മാറിക്കിട്ടാൻ നമ്മൾ ചന്ദനത്തിരി കത്തിക്കാറുണ്ട് കേട്ടോ. ഏറ്റവും നല്ലതാണ് ചന്ദനത്തിരി കത്തിച്ചാൽ കൊതുകുകൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഒന്ന് അകന്ന് പോവുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു കഥ പറഞ്ഞത് ഓർമ്മ വരികയാണ് കേട്ടോ. അപ്പോൾ 25 പൈസ 2 കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു റൂം നിറക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ 2 കുട്ടികളും ഓരോ കുട്ടികളുടെ ബുദ്ധി ഓരോ ഭാഗത്തു കൂടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു കുട്ടി ചന്തയിൽ പോയി കുറേ വേസ്റ്റും, കാരണം കുറച്ച് പൈസയുള്ളല്ലോ, 25 പൈസയ്ക്ക് എത്രത്തോളം വാങ്ങാൻ പറ്റുന്ന കുട്ടിക്ക് അറിയണില്ല. അപ്പോൾ വേസ്റ്റ് വാങ്ങി ഒരു റൂം നിറച്ച് കേട്ടോ. 25 പൈസ കൊണ്ട് ഇത്രയും സാധനം കിട്ടുള്ളൂ എന്ന് കുറഞ്ഞ വിലക്കുള്ളത് വാങ്ങി റൂം നിറച്ചു. അതുപോലെ തന്നെ മറ്റേ കുട്ടി ഒരു ചന്ദനത്തിരി, അതുപോലെ ഒരു മെഴുകുതിരി, ഇതെല്ലാം ഒരു റൂമിൽ കത്തിച്ച് വെച്ചത് തന്നെ നല്ല ലൈറ്റും ഒക്കെ റൂം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഫോട്ടോസും, അങ്ങനെ നല്ലൊരു മണവും ഒരു എന്താ പറയുക, മനസ്സിന് ഒരു ഉല്ലാസകരമാകുന്നൊരു റൂമാക്കി മാറ്റിയിട്ടോ കുട്ടി. അപ്പോൾ ഈ 25 പൈസ കൊടുത്ത ആൾ വന്നിട്ട് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ റൂമിലേക്ക് ചെല്ലാൻ പറ്റണില്ല കേട്ടോ. ഭയങ്കര ബേഡ് സ്മെല്ലും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോന്നു. ഈ മറ്റേ കുട്ടിയുടെ അടുത്ത് റൂമിൽ ചെന്നപ്പോൾ നല്ല കാണാം, 25 പൈസക്ക് ഇത്രയും റൂം നിറച്ച ആ ഒരു കൗതുകകരമായ കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ എല്ലാവരും ബുദ്ധി ഒരുപോലെ ആവില്ല അല്ലേ. എനിക്ക് ചന്ദനത്തിരി കത്തിക്കുമ്പോഴും അതുപോലെ മെഴുകുതിരി കത്തിക്കുമ്പോഴൊക്കെ ആ ഒരു കഥയാണ് ഓർമ്മ വരാറ് കേട്ടോ. ഈ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് പൈസയാണെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ടില്ലേ, സന്തോഷകരമായൊരു ജീവിതം. നമുക്ക് ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നും ജീവിക്കാനൊക്കില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് സന്തോഷകരമായൊരു ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം മുറ്റടിക്കാൻ ഇറങ്ങിക്കുകയാണ്. അപ്പോൾ മുറ്റടിക്കുമ്പോൾ നമ്മളെ പൂച്ചക്കുഞ്ഞുങ്ങളൊപ്പം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഇളം വെയിലത്ത് അവരിങ്ങനെ കളിച്ചും കൊണ്ടിരിക്കുകയാണ്. കാണാൻ തന്നെ ഒരു കൗതുകകരമായ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മുറ്റടിക്കൽ നിർത്തി ഇവരുടെ കളി കണ്ടു നിന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, പൂച്ചക്കുഞ്ഞുങ്ങളുടെ കളി എന്ന് പറയുമ്പോൾ അത്രയും രസകരമായ കാഴ്ചയാണല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, രാവിലത്തെ കുറച്ച് ജോലി തിരക്കിലാണ്. നമ്മൾ കരിയില കുറച്ചധികം ഉണ്ടായാൽ അത് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി മഴയൊന്നും കൂടുതൽ കിട്ടില്ലല്ലോ. അപ്പോൾ ഓരോ തയ്യിൻ്റെ ചോട്ടിലും ഇങ്ങനെ കരിയില കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. വളർച്ചക്കും അതുപോലെ വെള്ളത്തിൻ്റെ വരൾച്ചയൊന്നും പെട്ടെന്ന് ബാധിക്കില്ല കേട്ടോ ചെടികൾക്ക്. ഇങ്ങനെ കരിയില മുറ എടുക്കാൻ ചെന്നപ്പോൾ മുറ നിറയെ കുട്ടികളാണ് കേട്ടോ, പൂച്ചക്കുഞ്ഞുങ്ങൾ. കളിയൊക്കെ കഴിഞ്ഞ് വേഗം റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് നേരം അവരവിടെ തന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അപ്പോഴേക്കും പച്ചക്കറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി, അതുപോലെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ കുറച്ചുകൂടെ വെണ്ടയ്ക്ക വാങ്ങി വെണ്ടയ്ക്ക പൊരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് വെണ്ടയ്ക്ക പൊരിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുളി ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടി ആവും കേട്ടോ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.